ഇപ്പം ഞാൻ എല്ലാ കോളേജിലും സ്കൂളിൽ പോയിട്ട് പിള്ളേരെ വെല്ലുവിളിക്കും. ലോകത്ത് ഒരാൾക്കും ഹരീഷ് ബാബുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല. എൻ്റെ ടോണും ഇതൊക്കെ മാറി പറയുമ്പോൾ ചില പിള്ളേർക്ക് കൊള്ളും. ഒരു MBA പോയിട്ട് ഞാൻ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി നീറ്റിനോട് ചോദിച്ചു, എൻ്റെ മൂത്താപ്പൻ്റെ പേര് പറയാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങളുടെ മുന്നിൽ സമ്മതിക്കാനുള്ള ചങ്കൂറ്റം കൊണ്ടാണ് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അറിയുമെന്ന് ആര് പറഞ്ഞു അവനെ തോൽപ്പിക്കാൻ? കാരണം അപ്പുറത്ത് അറിയണ ഒരാളുണ്ടാവും. ഞാനൊരു പൊട്ടനാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആസ് ഫാർ ആസ് മൈ നോളജ് ഈസ് കൺസേൺഡ് ഐ എം എ ഫൂൾ, ബട്ട് ആസ് ഫാർ ആസ് മൈ ഫൂളിഷ്നെസ് ഈസ് കൺസേൺഡ് ഐ എം എ വൈസ് വൺ. ഇത് കുട്ടികളെ പഠിപ്പിച്ചാൽ ഒരു ഫ്രീ ആയിട്ടായിരിക്കും എന്തിനേയും നേരിടാം. മത്സരിക്കണം ഫ്രീ മൈൻഡോട് കൂടിയിട്ട്. അവിടെയാണ് ഫുട്ബോളും ക്രിക്കറ്റും പോലുള്ള ടീം ഗെയിമുകളുടെ ഒക്കെ പ്രാധാന്യം അവിടെ വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമില്ലേ, വിവേകാനന്ദസ്വാമി പറഞ്ഞു യു ക്യാൻ ബി നിയറർ ടു ഹെവൻ ത്രൂ ഫുട്ബോൾ. ഇവിടെ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയാം? അതിന് 3 തത്വമുണ്ട്: പൊസഷൻ, പൊസിഷൻ, പാസിങ്. പൊസസ് ചെയ്ത് വെക്കുക, അത് കൂടുതൽ നേരം പൊസസ് ചെയ്ത് വെച്ചാൽ പൊസസീവ്നെസ് ആയി, രോഗമായി. പൊസിഷൻ കാണിക്കുക, പാസ് കൊടുക്കുക. അപ്പോൾ ഈ മദർ നേച്ചർ, അമ്മ അല്ലെങ്കിൽ അച്ഛൻ, നമുക്ക് വേണ്ട എല്ലാം പൊസസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ റൈറ്റ് പാസിങ് കിട്ടാത്തത് നമ്മൾ റൈറ്റ് പൊസിഷനിലല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ കുട്ടികളോട് ക്ലാസ്സിൽ പറയുന്ന, നിങ്ങൾ യഥാർത്ഥ പൊസിഷനിലാണോ എന്ന് പരിശോധിക്കുക. യഥാർത്ഥ പൊസിഷനിൽ എത്താൻ നിങ്ങൾ പരിശീലിക്കുമ്പോൾ യഥാർത്ഥ പൊസിഷനിൽ നിങ്ങളെത്തും, പാസ് ലഭിച്ചിരിക്കും. ആ പാസിനെ നിങ്ങൾ ദ ബ്ലെസ്സിങ് ഓഫ് മദർ നേച്ചർ എന്ന് വിളിച്ചു. അപ്പോൾ കിട്ടാത്തതിനെ പരാതി പറയില്ലേ, യു ആർ നോട്ട് ഇൻ എ റൈറ്റ് പൊസിഷൻ. റൈറ്റ് പൊസിഷനാണ്, എവിടെയെങ്കിലും പോയി നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഡ്രഗിൻ്റെ കുട്ടികളെല്ലാം റൈറ്റ് പൊസിഷനിലല്ല, അവർ ഇത് വിൽക്കുന്ന മാഫിയയുടെ റോങ് പൊസിഷനിലാണ്. ആ മാഫിയയ്ക്ക് ഇത് റൈറ്റ് പൊസിഷനായിരിക്കും.